ഇത് വൈകുന്നേരം 4:30 മണി 5 മണിയോടുകൂടി വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അവൻ്റെ ഉമ്മ എന്നെ ചായക്ക് കടി വാങ്ങാനാണ് വിടുന്നത്. 80 രൂപ കൈ കൊടുത്തു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ താമരശ്ശേരി വരെ പോയതാണ്. പോയി അസാധാരണ രീതിയിൽ അവൻ്റെ കൂടെ പോകുന്നതോ പോയി അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുന്ന 7 മണി സമയത്തിനടുത്തായിട്ടുണ്ട്. വന്നത് ഞാൻ തൊഴിലെടുക്കുന്ന വ്യക്തിയാണ്, പെയിന്റിങ് തൊഴിലാണ്. അപ്പോൾ അവിടെ വീട്ടിൽ തന്നെ ലേശം പണിയുണ്ട്. രാവിലെ വീട്ടിൽ ലേശം പണിയുണ്ട്. അതിനെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രഷും കാര്യങ്ങളും കഴുകാനായിട്ട് പോയ സമയത്ത് ഇവൻ തിരിച്ചു വരുന്ന 7 മണിയോട് സമയം അയക്കുന്നത്. വന്ന് അവൻ ബെഡിലേക്ക്, അന്നേരം ഞാൻ കിച്ചൻ്റെ ആ ഭാഗത്തുള്ളത്, വന്ന് പെണ്ണുങ്ങളുള്ള സമയത്ത് അവിടെ ബെഡിൽ കിടക്കാമെന്ന് വീണ്. പിന്നെ ഒന്നും പറയുന്നില്ല. എന്താണെന്ന് ചോദിച്ചാലോ 1-2 വാക്കുകൾ ചെറുങ്ങനെ അവരോട് പറയുന്നുണ്ട്. അവൻ്റെ അനിയനെ ഞാൻ വിളിച്ചു. അവർ വന്നു. അങ്ങനെ ചോദിച്ച സമയത്ത് എന്താ അടി കിട്ടിയാണ്? അപ്പോൾ തല്ല് അടിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ അവനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അവൻ ഛർദ്ദിച്ചിട്ടുണ്ട് ബസ്സിൽ. അങ്ങനെ ഞാൻ അവിടുന്ന് വേഗം ചെയ്ത് പിന്നെ താമരശ്ശേരിക്ക് പോയി എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണമല്ലോ. എന്നിട്ടാണല്ലോ അതിന് ബാക്കിയുള്ള നടപടികളിലേക്ക് ഡോക്ടർ ചെയ്ത് നമ്മൾ പോയാൽ ഒന്നുമില്ല, ഒന്ന് ഇതായിട്ടാണെന്ന് പറഞ്ഞത്. ഞാൻ താമരശ്ശേരി പോയി താലൂക്ക് ഹോസ്പിറ്റലിൽ ആദ്യം സ്റ്റേഷനിൽ പോയാൽ അവിടുന്ന് ഞാൻ അറിയുന്നൊരു സാറുണ്ട്. ആ സാറിനോട് ചോദിച്ചാലും സാറിന് അവിടുന്ന് ചോദിക്കേണ്ടതെന്നല്ല. അങ്ങനെ അവിടുന്ന് ഞാൻ ചോദിച്ചാൽ എന്നോട് ആദ്യം താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ സമയത്ത് ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. ആ വീട്ടിലേക്ക് പോകുന്നതിലേക്ക് ഞാൻ അവിടെ അടി നടന്നൊരു സ്ഥലത്ത് കയറി, ആ ഹോട്ടലിൽ കുൾബാറിൽ, അത് ചാനലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ കയറി ഞാൻ അവനോട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു ഇവിടുന്ന് ഒരു ഉന്തും തള്ളും വൈക്കേ നടന്നിട്ടുള്ളൂ, അവിടുന്ന് അടി കാര്യമായിട്ടൊന്നും നടന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഫോൺ കോളിൽ പല ആളുകളെയും വിളിച്ചു വരുത്തി, പല പേരൻസിനെ വിളിച്ചു വരുത്തിയിട്ടാണ് വലിയ വട്ടം നിന്നിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവരെ കുറച്ച് പിള്ളേർ അതിൽ ഇവനെ ഇങ്ങനെ നോക്കി നിന്ന് അതിൽ കിട്ടിയവരെ അവര് മൃഗീയമായിട്ട്, അതായത് മുൻ വൈരാഗ്യം വെച്ചിട്ടുള്ളവർ ചെയ്താൽ, അതായത് ഇങ്ങനത്തെ ഒരു ഡോക്ടർമാർ പറയുന്നുണ്ട് ഒരു മനസാക്ഷിയുള്ള ഒരാളുകൾ ഇത് ഇങ്ങനെ ചെയ്യൂല. പക്ഷെ ചെറിയ കൈകൊണ്ടുള്ള അടികളല്ല വന്നത്. എല്ലിന് പൊട്ടുണ്ട്, കരടിയുടെ ഭാഗത്ത് ബ്ലഡ് ഇപ്പോൾ കോട്ടായി കിടക്കുന്നത്, ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. പരിക്കുകൾ മെയിനായിട്ട് തലന്റെ ഭാഗത്താണ് കാര്യമായിട്ടുള്ളത്. അവിടാണല്ലോ ഉള്ളത്, അവിടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റേജിൽ. അടി അന്നേരം അവിടുന്ന് പറഞ്ഞു അടി കിട്ടിയെന്ന്, പിന്നെ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. എന്നെ ഛർദ്ദിച്ചു. ഞാൻ മേലൊക്കെ ശേഷം വെള്ളം ഒഴിച്ച് കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഇത്രയും നമ്മൾ. പിന്നെ നമ്മൾ ഇതിന്റെ വയ്യൊക്കെ ആയിപ്പോയില്ല. പിന്നെ നമ്മളൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. പിന്നെ ഓരോരുത്തരിങ്ങനെ വിളിക്കുന്നുണ്ട്. സ്റ്റേഷനിലുള്ള പ്രകാശൻ സാർ എന്ന് പറഞ്ഞ ആളുണ്ട്. മൂപ്പര് രാത്രി ഒരു 10 മണിയായിരുന്നു വിളിച്ച് എന്താ സ്ഥിതി ചോദിച്ചാൽ നമുക്ക് അവിടെയൊക്കെ ന്യൂസ് അറിയുന്നുണ്ട്. അപ്പോൾ ഒരു 10 മണിയായപ്പോഴേക്ക് അവിടുന്ന് സ്റ്റേഷനിൽ സാർമാർ വന്നു, സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും അറിയുന്നില്ല. എന്നാലും നമ്മൾ ഇത്രയും മൃഗീയമായിട്ട് ചെയ്യണേ. സാധാരണഗതി അതിൽ കണ്ടിട്ട് പല ആളുകളും പറയുന്നത് ഇത്രയും വട്ടട്ടിങ്ങാഞ്ഞ് തല്ലണമെങ്കിൽ ഇതൊരു ഗൂഢാലോചനപരമായിട്ട് ഗുണ്ടാ ലെവലിൽ ചെയ്തതാണ്. അത് തന്നെ, അല്ലാണ്ടൊന്നുമില്ല. ഇത് നീതി കിട്ടണം. ഞമ്മൾക്ക് ഈ പിള്ളേർ തമ്മിലുള്ള അടിയായിട്ട് കാണാൻ പറ്റില്ല. അത് സാധാരണഗതിയിൽ പിള്ളേർ തമ്മിൽ അടിച്ചു പിരിഞ്ഞ പോലെ പിന്നെ പിറ്റേന്ന് അവരറിയുന്ന അറിയുന്ന കുട്ടികളുമാണ്. ഇവന് MJ-ലാണ് പഠിക്കാൻ പൂനൂര് പക്ഷെ ഇവന്റെ ഫ്രണ്ട്സ് ആടുള്ളത് കൊണ്ട് അവൻ അങ്ങോട്ട് വന്നതാ, അല്ലാണ്ട് ഇവനെ അടിക്കാനോ പിടിക്കാനോ ഒന്നും വന്നതല്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട്, പല കുട്ടികളും പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഞായറാഴ്ച വന്ന് ഇവൻ അങ്ങോട്ട് പോയിട്ടില്ല. അത് അവര് കൊരങ്ങാട് സ്കൂളിലെ കുട്ടികളും അതൊക്കെ മറ്റുള്ള കുട്ടികൾ പറയുന്നുണ്ട്. അതിലൊന്ന് പങ്കെടുക്കാനൊന്നും ഇവൻ പോയി. അങ്ങനെ ഒരു പ്രശ്നക്കാരൻ ഇപ്പം മാഷ് വന്ന് അവനങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല. പിന്നെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിട്ട് ഒരു കേസും അവൻ്റെ പേരിലില്ല. അത്യാവശ്യം പഠിക്കൂ, അങ്ങനെ വീട്ടിൽ വരും. വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഞങ്ങളോട് പറയും ഇന്ന സ്ഥലത്ത് പോകണ്ട്, അല്ല എന്നെ ഒരു ഫ്രണ്ട്സ് വിളിച്ചിട്ട്. അത് മാത്രം. ഇത് അത്രയും മൃഗീയമായിട്ടാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടാണ് മെയിനായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. ഇത്ര അല്ല, ഒരു ചണർപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിയാൻ കഴിയും. പക്ഷെ ഇത് വേണേൽ അടി കിട്ടിയിട്ടും ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റേജിലായി പോയിട്ടുണ്ട്. മുൻ വൈരാഗ്യം വെച്ചിട്ട് ഓനെ വകവരുത്തുക, ഗുണ്ടാ ലെവലിൽ. ആരുമായിട്ട് ഞാൻ സംസാരിച്ചു. സാറ് ഇവിടുന്ന് വിളിച്ചിരുന്നു. അവർ തന്നെ വിളിച്ച് ബാക്കിയുള്ളവരെ വിളിച്ചപ്പോൾ 5 പേരങ്ങനെ
കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ല, ആ പിള്ളേരെന്താ പറയുന്നത് സാറുമാരോട്? അവര് കൂട്ടമായി തല്ലാൻ വന്നു. പക്ഷേ ഈ CCTV ക്യാമറ കാണുന്ന ഇവര് വട്ടട്ട് നിന്നും കാഞ്ഞു അവരെ കൊണ്ട് അടുപ്പിക്കുക ചെയ്യുന്നത്. അതിൽ വലിയ ആളുകളും ഉണ്ട്. അല്ല, പിള്ളേർ പറയുന്നുണ്ടോ പുറത്തുനിന്നുള്ള ആളുകളുണ്ടായിരുന്നു? പുറത്തുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തല്ലുകൊണ്ട് പോയ ടീം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അറിയണേ നമ്മൾ ഓന്റെ ഫ്രണ്ട്സുകളുണ്ട്, കുറെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലുള്ളവർ നമ്മൾ പറയാൻ പോലും ഭയന്നുകൊണ്ടിട്ട് പറയുന്നില്ല. അവിടെ ഇപ്പൊ നടക്കുന്നത് മസിൽ പവർ എന്നുള്ള കളിയിലാണ് അവിടെ നടക്കുന്നത്. ഗുണ്ട ഇതിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും വന്നാലും ആക്രമിക്കാന്നുള്ള ലെവൽ. ഇത് ആരൊക്കെയാ ചെന്നൊന്നുമല്ല? ഒന്നും അറിയില്ല. നമ്മള് കുട്ടികളല്ലേ, ഫ്രണ്ട്സ് പല ആളുകളുടെ കൂടെ പോകും. അങ്ങനെ വിഷയം ഡെയിലി അങ്ങനെ പോയിട്ട് ഒരു 10 മിനിറ്റോ അല്ലെ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇറട്ടാൻ വരുന്നതാണ്. അതേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് നമ്മളെ കുട്ടി പോയി നല്ലത് ഇത്രയും കാലം തീറ്റി